ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ച് പക്ഷേ ഞാൻ വിചാരിച്ചത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ മുള്ളൻകായില്ലേ, അതിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചുമ്മാ ഞാൻ ഇന്നലെ അച്ചാറിട്ടു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. ആർക്കെങ്കിലുമൊക്കെ ഇതാവുമല്ലോ. നമുക്ക് റംബുട്ടാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചതല്ല. അപ്പോൾ അത് എന്തായാലും ഒരു വീഡിയോ ആക്കി ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഷോർട്സ് തന്നെ ഇടുന്നതുകൊണ്ട് ഞാൻ പിന്നെ ലോങ് വീഡിയോ ആക്കാമെന്ന് വെച്ചു. അപ്പം വീഡിയോയിലോട്ട് പോയാലോ. ഹായ്, ഇന്ന് റംബുട്ടാൻ അച്ചാറാണേ. റംബുട്ടാൻ മുള്ളങ്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം റംബുട്ടാൻ എടുത്ത് തോട് കളഞ്ഞൊന്ന് വാഷ് ചെയ്ത് വെക്കുക. പിന്നെ പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. അപ്പോൾ ഇത്രയാണ് പൊടി ഐറ്റം വേണ്ടത്. പിന്നെ ഉപ്പ് നമുക്ക് ആ സമയത്തിടാം. പിന്നെ പാൻ വെച്ച് ഓയിൽ ഒഴിക്കുക. പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിക്കുക കേട്ടോ. ഓയിലൊഴിച്ച് കടുക് പൊട്ടുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇടണം. അപ്പം കടുക് പൊട്ടിട്ടാൽ മതി. ഓക്കെ, കടുക് പൊട്ടി കഴിഞ്ഞ് നമ്മൾ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഒന്ന് ഇതായിട്ട് ശേഷം കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പില ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ മീൻസ് ഒത്തിരി അങ്ങ് മൂത്തും പോകല്ലോ, എന്നാൽ മൂക്കുകയും വേണം എന്നുള്ള രീതിയിൽ ആയ ശേഷം നമ്മുടെ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ആദ്യമേ ഇടരുത്, അതൊരു കരിഞ്ഞൊരു ഇത് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടില്ല. പിന്നെ മുളക് പൊടിയും പൊടികൾ ഐറ്റംസ് എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിക്കുക. മൂപ്പിച്ച ശേഷം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത ശേഷം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ച് അത് നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കുക. ഞാൻ ഇനിയിപ്പോൾ എടുത്തേക്കുന്നതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിനുള്ളതേ ഒഴിച്ചിട്ടുള്ളൂ. ആ പൊടിയൊന്ന് കലങ്ങുക. പിന്നെ അത് കഴിഞ്ഞ് റംബുട്ടാനിട്ട് അതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ തീ അതിന് ശേഷം കത്തിക്കണം. തീ കത്തിച്ച ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ചാറ് നമുക്ക് വേണ്ട അനുസരിച്ച് ആ ഒരു റംബുട്ടാൻ അതൊക്കെ ഒന്ന് വേകാനുള്ളൊരു പാകത്തിന് അങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ കണ്ടോ അതിൽ അരപ്പ് ഇതൊക്കെ പിടിച്ച് അതൊന്ന് സെറ്റാവും. പിന്നെ ഇടയ്ക്കൊരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണേ. ആ മധുരവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ. ആ റംബുട്ടാൻ്റെ മധുരം അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റംബുട്ടാൻ അച്ചാർ റെഡി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റംബുട്ടാൻ കിട്ടുവാണെങ്കിൽ എല്ലാവരും അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.